കായംകുളം കായലിൽ കൈകൾ കൂട്ടിക്കെട്ടി കല്ലുകൊണ്ട് കെട്ടിത്താഴ്ത്തിയ നിലയിൽ വൃദ്ധയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആഭരണങ്ങൾ കവർന്ന ശേഷം നടത്തിയ കൊലപാതകമെന്ന നിഗമനത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. കായംകുളം കായലിൽ കൈകൾ കൂട്ടിക്കെട്ടി കല്ലുകൊണ്ട് കെട്ടിത്താഴ്ത്തിയ നിലയിൽ വൃദ്ധയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആഭരണങ്ങൾ കവർന്ന ശേഷം നടത്തിയ കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. പ്രദേശവുമായി ബന്ധമുള്ള ആളാകാം എന്ന സൂചനയും പരിഗണിക്കുന്നുണ്ട്. ഒന്നിലധികം പേരുടെ പങ്കും സംശയിക്കുന്നുണ്ട്. പ്രദേശവുമായി ബന്ധമുള്ള ആളാകാമെന്ന സൂചനയുള്ളതിനാൽ പ്രദേശത്തുള്ള ചിലരെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. മുതുകുളം തെക്ക് സാധുപുരത്ത് തെക്കതിൽ തങ്കമ്മ എന്ന 80-കാരിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കനകക്കുന്ന് കടത്തിന് സമീപം കായൽ തീരത്തെ വീട്ടിൽ തനിച്ച് താമസിച്ചു വന്നിരുന്ന ഇവരെ തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ കനകക്കുന്ന് പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കീരിക്കാട് ജെട്ടിക്ക് സമീപം ചൊവ്വാഴ്ച പുലർച്ചെ മണൽവാരൽ തൊഴിലാളികൾ മൃതദേഹം കണ്ടത്. കൈയും കാലും തുണികൾ കൊണ്ട് കെട്ടിയ നിലയിലും കഴുത്തിൽ കല്ല് കെട്ടിയ നിലയിലുമായിരുന്നു മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമുള്ളതായും കണക്കാക്കി. വിവരമറിയിച്ചതിനെ തുടർന്ന് കനകക്കുന്ന് തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസും കായംകുളത്ത് നിന്ന് അഗ്നിരക്ഷാസേനയും എത്തി മൃതദേഹം കരക്കെടുപ്പിച്ചു. ശരീരത്തിലുണ്ടായിരുന്ന 5 വളയും മോതിരവും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. നഷ്ടപ്പെട്ട സ്വർണത്തിന് 7.5 പവനോളം തൂക്കം വരുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം കമ്മൽ ഊരിയെടുത്തിരുന്നില്ല. ഇവരുടെ 2.5 പവൻ തൂക്കം വരുന്ന മാല വീട്ടിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 11 മണിയായിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് മക്കളെയും ബന്ധുക്കളെയും വിവരമറിയിക്കുകയായിരുന്നു. അവരെത്തിയപ്പോൾ മുൻവാതിൽ അടച്ച നിലയിലുമായിരുന്നു. വിളിച്ചിട്ടും തുറക്കാതിരുന്നതിനെ തുടർന്ന് ശക്തമായി തെള്ളിയതോടെ കതക് തുറന്നു. വീട്ടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ സംശയകരമായി ഒന്നും കണ്ടതുമില്ല. തുടർന്നാണ് വയോധികയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പരാതി നൽകിയത്. അതേസമയം വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട്. പോലീസ് നായയെയും പ്രദേശത്ത് പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു. വൃദ്ധയുടെ പോസ്റ്റ്മോർട്ടവും നടത്തി. CDNet ന്യൂസ്, കായംകുളം.